ഭാരതത്തിന്റെ 60ാം പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ വിജയകരമായി വിക്ഷേപിച്ചിട്ടുണ്ട്. ജ്യോതിർഗോളങ്ങളുടെ എക്സ്റേ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിനുള്ള എക്സ്പോസാറ്റ് ഉപഗ്രഹം ഭൗമോപരിതലത്തിൽ നിന്നും 650 കിലോമീറ്റർ ഉയരത്തിലെ ഭ്രമണപഥത്തിൽ എത്തിച്ചാണ് ദൗത്യം പൂർത്തിയായിരിക്കുന്നത്. ആദ്യ ഭ്രമണപഥത്തിൽ നിന്ന് വിക്ഷേപണ വാഹന ഘടകത്തെ തിരിച്ചുകൊണ്ടുവരുന്ന പരീക്ഷണവും വിജയകരമായി. ഇതിൻ്റെ വിശദാംശങ്ങൾ, കാരണം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് 2024 തുടക്കത്തിൽ ഭാരതം കൈവരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യമിടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ്, വലിയ നേട്ടം തന്നെയാണ് ISROയെ സംബന്ധിച്ചിടത്തോളം 2024 ആ ഒരു വർഷത്തിലുണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ആ പുതുവർഷത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ലോകത്തെ തന്നെ രണ്ടാമത്തെ എക്സ്റേ ഒബ്സർവേറ്ററി സംവിധാനമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം ജ്യോതിർഗോളങ്ങളുടെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും എക്സ്റേ സാന്നിധ്യം, അതിൽ നിന്നും വമിക്കുന്ന എക്സ്റേ റേഡിയേഷനുകളുടെ സാന്നിധ്യം പഠിക്കുകയും ആ നക്ഷത്രങ്ങളുടെ എല്ലാം ആയുസിനെ സംബന്ധിച്ച് പഠിക്കുകയും, നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്സ് പോലുള്ള വലിയ ശാസ്ത്രജ്ഞരെല്ലാം തന്നെ കൗതുകത്തോടെ അല്ലെങ്കിൽ ഏറെ ആശ്ചര്യത്തോടെ നോക്കി കണ്ട തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ പഠനങ്ങൾ, അതായത് തമോഗർത്തങ്ങളെക്കുറിച്ച് കുറേ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നുള്ള വിശകലനങ്ങളും മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള തമോഗർത്തങ്ങളുടെ എക്സ്റേ റേഡിയേഷൻസിനെ സംബന്ധിച്ച് പഠിക്കുകയും സമാനമായ നക്ഷത്രങ്ങളുടെ എക്സ്റേ റേഡിയേഷനുകൾ സംബന്ധിച്ച് പഠിച്ച് ആ തമോഗർത്തങ്ങളുടെ ആ ഒരു ആയുസ് കണക്കാക്കുന്ന ഒരു കമ്പാരിസൺ സ്റ്റഡി എല്ലാം തന്നെ സാധ്യമാകുന്ന വലിയൊരു ഗവേഷണത്തിനാണ് ഈ എക്സ്പോസാറ്റ് നേതൃത്വം നൽകുന്നത്. എക്സ്പോസാറ്റിലെ 2 പ്രധാന പേലോഡുകളും ഇത്തരത്തിലുള്ള ഡാറ്റകളായിരിക്കും ലഭ്യമാക്കുക. ഇത് ലോകത്തിന് തന്നെ, അതായത് ഭാവിയിൽ ലോകത്തിൻ്റെ ആ ഊർജ്ജ ആശ്രിതത്വം, അതായത് സൂര്യനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഊർജ്ജ ആശ്രിതത്വം എന്ന് പറയുന്ന അതിനെ എത്ര കാലം കൂടി അല്ലെങ്കിൽ എത്ര കോടി വർഷങ്ങൾ കൂടി നമുക്ക് ഈ ഭൂമിക്ക് ആവശ്യമായ ഊർജ്ജം സൂര്യനിൽ നിന്ന് ലഭ്യമാകും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ നിലനിൽപ്പ് തന്നെ എത്ര കാലമുണ്ടാകും എന്നീ വിശാലമായ പഠനങ്ങൾ തന്നെ, അതായത് പണ്ട് ഏതെങ്കിലും സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ കൃത്യമായ ബെഞ്ച് മാർക്കുകൾ നൽകി കണ്ടെത്താനുള്ള ആ ഗവേഷണ ഡാറ്റകൾ ലഭ്യമാക്കുന്നതിനുള്ള നീക്കമാണ് ഈ സാറ്റലൈറ്റ് ലോഞ്ചിലൂടെ ലഭ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക് മൈസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.